അങ്ങനെ ഒരുങ്ങിക്കെട്ടി കണ്ണൂരിലെ കല്യാണത്തിന് വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ 1/2 മണിക്കൂറിലോ റെഡി ആയിട്ട് നിൽക്കണം. നമ്മുടെ സ്വന്തം വീടൊന്നും അല്ലല്ലോ, അതുകൊണ്ട് റെഡി ആകാനായിട്ട് വലിയ മൂടൊന്നും ഇല്ല. സ്വന്തം വീട്ടിലാണെങ്കിൽ നമ്മൾ ഭയങ്കര കാര്യമായിട്ട് മേക്കപ്പ് ഒക്കെ ഇട്ട് ഐ ഷാഡോ ഒക്കെ ഇട്ട് അങ്ങനെ തകൃതിയായിട്ട് റെഡിയാവും. ഞാൻ മാത്രമല്ല, ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള എല്ലാ ചേച്ചിമാരും അവരുടെ മക്കളും എല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ്. ഫോട്ടോ സെഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ലോണം ഒന്ന് ഒരുങ്ങിയാൽ പിന്നെ 5-6 ഫോട്ടോ, ഒരു റീലെടുപ്പ് അത് നിർബന്ധ എല്ലാവർക്കും. എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കുന്നതുകൊണ്ട് ഞാനൊരു വീഡിയോ എടുത്ത് എൻ്റെ ഡ്രസ്സിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോഴത്തേനും ഒരു വണ്ടി ഒന്ന് പുറകെ ചാടിയതാണ്. എങ്കിലും ഞാൻ കഷ്ടപ്പെട്ടൊക്കെ ഒപ്പിച്ച്. പിന്നെ ഞങ്ങൾ നേരെ മണ്ഡപത്തിലോട്ട് പോയി. ഒരു 10 മിനിറ്റ് ട്രാവലൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. മണ്ഡപത്തിലെത്തി, ചെറുക്കൻ്റെ സ്വീകരണമൊക്കെ കഴിഞ്ഞ് പെണ്ണ് വന്നു. പിന്നെ മണ്ഡപത്തിൽ കയറി. അങ്ങനെ പരിപാടികളൊക്കെ സാധാരണ കല്യാണത്തിൻ്റെ ചടങ്ങുകളൊക്കെ തന്നെ. വേറെ പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നും എനിക്ക് തോന്നിയില്ല. പിന്നെ കല്യാണം കഴിക്കുന്ന മെത്തേഡിന് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ട്രിവാൻഡ്രത്തിനെ വെച്ച് നോക്കുമ്പോൾ പെണ്ണിനെ ഇങ്ങനെ സ്വീകരിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ചെറുക്കൻ്റെ വരവാണല്ലോ. അങ്ങനെ ചെറുക്കനും വന്ന് എല്ലാവരും വന്നതിന് ശേഷം കല്യാണമൊക്കെ സ്റ്റാർട്ടാകാൻ വേണ്ടി പോയാണ്. പക്ഷെ വലിയ ചടങ്ങുകളൊന്നും ഇല്ല കേട്ടോ. നമ്മളവിടെ ആണെങ്കിൽ കുറച്ച് കൂടുതൽ ചടങ്ങുകളൊക്കെ കാണും. ഇവിടെയാണെങ്കിൽ നേരെ ചെറുക്കനും പെണ്ണും വന്നു കല്യാണം കഴിക്കുന്നു, അത്രയൊക്കെ ഉള്ളൂ. അതും കുറച്ചൊരു ഡിഫറൻസ് എന്ന് വെച്ചാൽ ഇതുപോലെ തിരിഞ്ഞു നിന്നാണ് കല്യാണം കഴിക്കുന്നത്. നമ്മളിവിടെയൊക്കെ നേരെ നിന്ന് ആൾക്കാരെ ഫേസ് നിന്നാണ് കല്യാണം കഴിക്കുന്നത്. ഇരുന്നിട്ടൊക്കെയാണ് കല്യാണം കഴിക്കുന്നത്. ഇവിടെ ഇങ്ങനെ തിരിഞ്ഞു നിന്നിട്ട് നമുക്കൊന്നും കാണാൻ പറ്റാത്ത രീതിയിലാണ് കല്യാണം. അത് കുറച്ചല്ല, ഭയങ്കരമായിട്ട് ഡിഫറൻ്റ് ആയിട്ട് തോന്നി. പിന്നെ കല്യാണം കഴിക്കുന്ന എല്ലാ ചെറുക്കന്മാരെ പോലെയും ചേട്ടനും എങ്ങനെ താലി കെട്ടണം, എങ്ങോട്ട് താലി കെട്ടണം എന്നുള്ള കൺഫ്യൂഷൻ അടിച്ച് ആദ്യം കുറച്ച് നേരം നിന്ന് പിന്നെയാണ് താലി കെട്ടിയത്. പിന്നെ എല്ലാവരും അനുഗ്രഹിച്ച് അങ്ങനത്തെ സെറ്റപ്പ് പരിപാടികളൊക്കെ തന്നെ. ഇതൊക്കെ കഴിയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് എന്തായാലും വിശപ്പിൻ്റെ വിളി വരുമല്ലോ. അങ്ങനെ നേരെ കണ്ണൂരിലെ സദ്യ കഴിക്കാമെന്ന് പറഞ്ഞ് പോയതാണ്. ഞാൻ പൊതുവേ ഇങ്ങനെ കേട്ടിട്ടുണ്ട് തിരുവനന്തപുരത്തെ സദ്യയാണ് ഏറ്റവും പൊളി സദ്യ എന്ന്. അത് ഈ സദ്യ കഴിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. വേറൊന്നും കൊണ്ടല്ല, നമ്മളവിടെയൊക്കെ ഈ നെയ്യാണ് ഒരു സ്പൂണിൽ കൊണ്ടുവരുന്നത്. പക്ഷേ ഇവിടെ പരിപ്പാണ് സ്പൂണിൽ കൊണ്ടുവന്നത്. അവിടെ തന്നെ പാളിപ്പോയി. പിന്നെ പായസമൊക്കെ ഗ്ലാസ്സിലാണ് കേട്ടോ വിളമ്പുന്നത്. നമ്മളവിടെ അങ്ങനെയൊന്നുമല്ല. നമ്മളവിടെ ഓരോ സെറ്റായിട്ട് വെപ്രാളത്തിന് ഓടിക്കൊണ്ടുവന്ന് വിളമ്പും. ഇവിടെ എല്ലാം ആദ്യമേ വിളമ്പി വെച്ചിട്ടാണ് കഴിക്കാൻ വേണ്ടത്. അതിന് അത്ര വലിയൊരു വെപ്രാളത്തിൽ കഴിക്കുന്നതിൻ്റെ അത്ര വലിയൊരു സുഖമില്ല. പിന്നെ ഞങ്ങളെല്ലാവരും ഡ്രസ്സ് മാറാനൊക്കെ പോയി. അത്രയും ദൂരം നമ്മൾ ഇന്ന് തന്നെ തിരിച്ചു പോവാണ്. അപ്പോൾ അത്രയും ദൂരം ട്രാവൽ ചെയ്യാനുള്ളതുകൊണ്ട് ഈ വലിയ ഡ്രസ്സൊന്നും ഇട്ടുകൊണ്ട് പോകാനൊന്നും വയ്യ. പിന്നെ ഡ്രസ്സൊക്കെ മാറി വന്നിട്ട് നമ്മൾ നേരെ വണ്ടിയിൽ പോയി തിരിച്ച് യാത്ര തന്നെയാണ്. യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇന്നലെ ഡാൻസ് പ്രാക്ടീസ് ആയിട്ട് ഒന്നും നടന്നില്ല. അതുകൊണ്ട് പിന്നെ വണ്ടി കിടന്ന് അടിച്ചു പൊളിക്കാൻ നമ്മൾ വന്ദേ ഭാരതിലാണ് തിരിച്ചു പോകണം. അപ്പോൾ കണ്ണൂർ എത്താൻ വേണ്ടിയിട്ട് 1 മണിക്കൂർ ഉണ്ടായിരുന്നു. ആ 1 മണിക്കൂർ ആ വണ്ടി കിടന്ന് അടിച്ച് പൊളിച്ച് ഭയങ്കര സന്തോഷമായിട്ട് അടിച്ചു പൊളിച്ചു. എനിക്ക് പിന്നെ പഠിച്ചിറങ്ങിയതിന് ശേഷം വണ്ടി കിടന്ന് ഇങ്ങനെ അർമാദിക്കാനുള്ള ചാൻസസ് വളരെ കുറവായിരുന്നല്ലോ. അതുകൊണ്ട് ഇപ്പോൾ കിട്ടിയ ചാൻസ് ഞാൻ നന്നായിട്ട് മുതലെടുത്ത്.